come in, sir? Yes, come in. Good evening, sir. Good evening. Take your seat. എന്തിനായിരുന്നു സാർ എന്നെ വിളിപ്പിച്ചത്? ആ റെയ്ഡുമായി ബന്ധപ്പെട്ട് കുറെ കോംപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ സൈറ. സർ, ആ ഇന്ദ്രജയുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം നടത്തിയ റെയ്ഡുമായി ബന്ധപ്പെട്ട് ആ ഗിരീഷ് നമ്പ്യാർക്ക് ചില പരാതികളുണ്ട്, ചില സംശയങ്ങളുണ്ട്. സർ, ഞാനും എന്റെ ടീമും ആ വീട് മുഴുവൻ റെയ്ഡ് ചെയ്തതാണ്. ഞാൻ ഇയാളുടെ എഫിഷ്യൻസി ചോദ്യം ചെയ്തൊന്നുമല്ല. അവിടെ ഒരു സ്ത്രീ തടങ്കിലുണ്ട് എന്ന് അയാൾ ഉറപ്പിച്ചു പറയുക. ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടും അയാൾക്കത് അത്ര വിശ്വാസമാവുന്നില്ല. നേരിട്ട് കണ്ടതുപോലെയാ അയാളുടെ സംസാരം. അവിടെ അങ്ങനെ ആരും ഇല്ല സർ. സഹീറ പറഞ്ഞതുപോലെ അവിടെ ചിലപ്പോ ആരും ഉണ്ടാവില്ല. പക്ഷേ ഒരാൾ വന്നിങ്ങനെ പറയുമ്പോ നമുക്കത് അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതും ആ ഗിരീഷ് നമ്പ്യാർ അങ്ങനെ വെറും ഒരാളല്ല. അയാൾക്ക് എല്ലായിടത്തും നല്ല പിടിപാടുണ്ട്. അത്ര നിസ്സാരക്കാരനല്ല അയാൾ. ഒരു തവണ ആ വീട് മുഴുവൻ സെർച്ച് ചെയ്തതാ. ഇനി എന്ത് ചെയ്യണമെന്നാ സാറ് പറയുന്നത്? ഒന്നുകൂടെ അവിടെ പരിശോധന നടത്തണം, അല്ലാതെ വേറെ വഴിയില്ല. അയാളുടെ സംശയങ്ങൾ മാറ്റിക്കൊടുത്തില്ലെങ്കിൽ കാര്യങ്ങൾ ഇതിലും കോംപ്ലിക്കേറ്റഡ് ആവും. ഇതിൽ നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പിഴ ഉണ്ടായാൽ തന്റെ മാത്രമല്ല എന്റെയും കസേര തെറിക്കും. അത്രയ്ക്ക് പിടിപാടുള്ള ആളാ അയാൾ. അതുകൊണ്ടാ ഈ രാത്രി തന്നെ ഞാൻ സഹീറയെ വിളിപ്പിച്ചത്. മനസ്സിലായി സാർ. നേരെ ഒന്ന് വെളുത്തോട്ടെ, ഞാൻ എന്റെ ടീമുമായി ഒന്നുകൂടി പരിശോധന നടത്താം. ഓക്കെ, നാളെ രാവിലെ തന്നെ പോയേക്ക്. നമുക്ക് നമ്മുടെ ഭാഗം ക്ലിയർ ആക്കണം, അല്ലെങ്കിൽ തന്നെ 100,000 പ്രശ്നങ്ങളാ. സർ. അപ്പൊ ശരി, നാളെ പരിശോധന കഴിഞ്ഞ് എന്നെ വിളിക്ക്. ഓക്കെ സാർ. പറയൂ സഹീറ. ആ ഗിരീഷ് നമ്പ്യാർ കുഴപ്പക്കാരനാ. അയാള് കമ്മീഷണറോട് കംപ്ലൈന്റ് ചെയ്തിരിക്ക. എന്ത് കംപ്ലൈന്റ്? അവിടെ നടന്ന റെയ്ഡ് ഒരു ഒത്തുകളിയാണോ എന്ന് സംശയം. ഓ, അങ്ങനെ. അതുകൊണ്ട് നാളെ വീണ്ടും അവിടെ ഒരു റെയ്ഡ് നടക്കാൻ സാധ്യതയുണ്ട്. മീനാക്ഷിയെ പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റണം. അത് ഉടനെ തന്നെ ഞാൻ ചെയ്യാം. പക്ഷെ ഇവിടെ ആൾമാറാട്ടത്തിന് ശ്രമിച്ച ഒരാളെ പിടിച്ച് ഞാൻ തടങ്കലിലാക്കിയിട്ടുണ്ട്. അതാരാ? ആ അർച്ചന. ഓ, അവളോ? അവളെ ഞാൻ നോക്കിയിരിക്കുമായിരുന്നു. അതിനെന്താ, ഇവിടെ ഒന്ന് കൊണ്ടുവയ്ക്കോ. അവളെ അവിടെ തന്നെ വെച്ചേക്ക്. ഞാൻ നാളെ രാവിലെ വന്ന് കൂട്ടിക്കൊണ്ട് പൊക്കോളാം. അവളിനി ആൾമാറാട്ടത്തിനല്ല, പുറത്തിറങ്ങാത്ത രീതിയിലേ ഞാൻ കൈകാര്യം ചെയ്ത് വിട്ടോളാം. കളിയാക്കിയതാണല്ലേ? അയ്യോ അല്ലേ, എന്റെ കൊച്ചുമകളാകാനുള്ള പ്രായമേ ഉള്ളൂ. ഞാൻ കളിയാക്കോ? അതെ അതെ, എന്റെ ഉപ്പുപ്പാന്റെ പ്രായമുണ്ട്. അതാ ഞാൻ ക്ഷമിക്കുന്നെ. കമോൺ. ആ നിക്ക് നിക്ക് നിക്ക്. അങ്ങനെ അങ്ങ് കയറി പോയാലോ?
പൊതുമര്യാദയുടെ കാര്യത്തില് ഒട്ടും പുറകിലല്ല ഞാൻ. അപമാനിച്ചതുമല്ല. അകത്തേക്ക് കയറുമ്പോ എന്താണ് കാര്യമെന്ന് പറയാനുള്ള ഒരു സാമാന്യ മര്യാദ വേണ്ടേ മിസ്സസ് സിപ്പി? അത് ശരി, അങ്ങനെ കാര്യം പറയാം. ഒരു റെയ്ഡിന് വന്നതാ. മാഡത്തിന് ഏതു നേരവും റെയ്ഡ് ആണല്ലോ. ഇന്നലെയും വന്നിരുന്നല്ലോ. ഇന്നലെ വന്നത് അത് വേറെ കാര്യം. ഇന്ന് വന്നത് പുതിയൊരു കാര്യത്തിനാ. പുതിയ കാര്യോ? അതെ, ആൾമാറാട്ടത്തിന് ശ്രമിച്ച ഒരാളെ ഇവിടെ പിടിച്ചു വച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞു. ആൾമാറാട്ടം വലിയ ക്രിമിനൽ കുറ്റമാണല്ലോ. അവരെ പിടിച്ചുകൊണ്ട് പോകാനാ ഞാൻ വന്നത്. നിങ്ങൾക്കിതിൽ വലിയ താല്പര്യമൊന്നും കാണില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഞങ്ങള് പോലീസുകാർക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. കൃപ, യെസ് മാഡം. ആൾമാറാട്ടക്കാരിയെ കൈ കിട്ടിയാലുടനെ നാടയാടി കൊടുത്തേക്കണം, കേട്ടല്ലോ. അത് ഞാൻ ഏറ്റു മാഡം. ചെകിട് നോക്കി തന്നെ കൊടുത്തേക്കാം. ഏത് മുറിയിലാണ് അവളെ കെട്ടിയിട്ടിരിക്കുന്നതെന്ന് നോക്ക്.